ഡേവിഡും കാശിയും വൈകുന്നേരമാണ് എത്തിയത്. കുഞ്ഞൂട്ടനെയും കൊണ്ട് ഡേവിഡ് ശ്രീയുടെ വീട്ടിലേക്ക് നടന്നു. കയ്യിൽ കുറെ കവറുണ്ട്. അവൻ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴേക്കും തൊഴുത്തിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കാലുകൾ അവിടേക്ക് നീങ്ങി. കിങ്ങിണി, അടങ്ങി നിൽക്ക്, അവൻ വരുമ്പോഴേക്കും നിങ്ങളെ എനിക്ക് കുളിപ്പിച്ച് കയറ്റണം എന്ന് പറഞ്ഞ് അവൾ കിങ്ങിണിയെ കുളിപ്പിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് വാലുകൊണ്ട് അവളുടെ മേലേക്ക് വെള്ളം തെറിപ്പിക്കുന്നുണ്ട്. അതിനവൾ കിങ്ങിണിയെ ദേഷ്യത്തോടെ നോക്കും. ഇത് കണ്ട് ഡേവിഡിൻ്റെ കയ്യിലിരുന്ന കുഞ്ഞൂട്ടൻ കൈകൊട്ടി ചിരിച്ചു. പശു, കുഞ്ഞൂട്ടൻ ശ്രീകുയെ വിളിച്ചതും കേട്ട് ഡേവിഡിൻ്റെ കിളി പോയി. ആ വന്നു, നിന്നോട് ഞാൻ മിണ്ടില്ല കുഞ്ഞാ, നീ എന്നെ കൊണ്ടുപോവാതെ പോയില്ലേ എന്ന് പറഞ്ഞ് അവളുടെ ജോലി തുടർന്നു. അത് കണ്ടതും കുഞ്ഞൂട്ടൻ്റെ കണ്ണ് നിറഞ്ഞു. ചുണ്ടു വിതുമ്പി അവളെ നോക്കി. മാ എന്ന് വിളിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. കുഞ്ഞ് കരയുന്നത് കണ്ട പിന്നെ ശ്രീകുട്ടി നിന്റെ നെഞ്ചു വിങ്ങും. ആ കുഞ്ഞി കണ്ണുകൾ നിറയുന്നത് തനിക്ക് സഹിക്കില്ല. അവൾ പെട്ടെന്ന് തിരിഞ്ഞു വന്ന് കുഞ്ഞൂട്ടനെ വാരിയെടുത്ത് ചുംബിച്ചു. അമ്മ വെറുതെ പറഞ്ഞതാടാ കള്ള, അപ്പോഴേക്കും കരഞ്ഞു പൊളിച്ചു എന്ന് പറഞ്ഞ് നോക്കിയത് ഡേവിഡ് മുഖത്തേക്കാണ്. അവൻ അവരെ രണ്ടുപേരെയും നോക്കി നിന്നു. അവരുടെ ഇടയിൽ അവർ രണ്ടുപേരും മാത്രം. അവിടെ താനില്ല. അവൻ്റെ കണ്ണ് നിറഞ്ഞു. നിങ്ങളെന്താ ഇവിടെ? ശ്രീയുടെ ശബ്ദമാണ് അവനെ ആലോചനയിൽ നിന്നും ഉണർത്തിയത്. അത് ബാലേട്ടൻ കടയിലിറങ്ങി ഞാൻ മോനെ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞവൻ കുഞ്ഞൂട്ടനെ നോക്കി. എവിടെ, ഇത്രയും നേരം തൻ്റെ കൂടെ ഉണ്ടായിരുന്നവനാണ്. തന്നെ ഒന്ന് നോക്കുന്നത് പോലുമില്ല. അവൻ കുഞ്ഞൂട്ടനെ നോക്കി. ശ്രീകുട്ടിയുടെ സാരിയുടെ ബ്ലൗസിൻ്റെ ഉള്ളിലേക്ക് കൈയിടുന്ന തിരക്കിലായിരുന്നു. ഒരു കൈ വായിലുണ്ടത്. അത് കണ്ട് അവന് ചിരി വന്നു. അവൻ്റെ ചിരി കണ്ട് ശ്രീക്ക് ദേഷ്യം വന്നു. ഡോ, താനെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? മോനെ തന്നില്ലേ, പോവാൻ നോക്ക് എന്ന് പറഞ്ഞവൾ പോവാൻ നിന്നതും ഡേവിഡ് അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ തിരിഞ്ഞ് അവൻ പിടിച്ച കയ്യിൽ നോക്കി. അവളുടെ നോട്ടം കണ്ടപ്പോൾ അവൻ്റെ കൈ അവളിൽ നിന്നും അഴിഞ്ഞു. അവൾ തിരിഞ്ഞ് അവനെ നോക്കി. എന്താ ഡേവിഡ് അബ്രഹാമിൻ്റെ ഉദ്ദേശം? ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. ഭദ്രേ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട, ആവശ്യമില്ല. അന്ന് പറഞ്ഞതിനെക്കുറിച്ചാണെങ്കിൽ അത് അടഞ്ഞ അധ്യായമാണ്. ഇന്ന് മോന് നിങ്ങളുടെ ഒപ്പം വിട്ടത് കൊണ്ടാണ് നിങ്ങളിവിടെ വന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എൻ്റെ മോൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. ഒരു ജീവിതത്തിൽ പരസ്പര വിശ്വാസമാണ് വേണ്ടത്. നിങ്ങളെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിട്ടോ, അന്ന് തീർന്നു. ഞാനുമായുള്ള ബന്ധം വരരുത് എൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞവൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴേക്കും അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. അവൾ കുതറി മാറാൻ നോക്കി. ഇതെല്ലാം കണ്ട് കണ്ണുമിഴിച്ച് നോക്കുന്നുണ്ടായിരുന്നു കുഞ്ഞൂട്ടൻ. എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ് ഭദ്ര. അവൻ്റെ ആ വിളിയിൽ അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾ കണ്ണടച്ചു നിന്നു. കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. അവളുടെ മനസ്സിൽ അവൻ അവസാനമായി പറഞ്ഞത് ഓർമ്മ വന്നു. കണ്ണിൽ കണ്ടവന്മാരുടെ കൂടെ അടിഞ്ഞടി നടക്കുന്ന നിന്നെ എനിക്ക് വേണ്ട. അതും പറഞ്ഞ് അവളുടെ കഴുത്തിൽ നിന്ന് മിന്നഴിച്ചെടുക്കുന്നത് അവളുടെ മനസ്സിൽ വന്നു. അവൾ ഞെട്ടി കണ്ണു തുറന്ന് അവളുടെ മുന്നിൽ അന്ന് മാനം രക്ഷിക്കാൻ വേണ്ടി ഓടിയത് ഓർമ്മ വന്നു. അവൾ അവനെ തള്ളി മാറ്റി. മതിയായില്ലേ നിങ്ങൾക്ക് എന്നെ ദ്രോഹിച്ചത്? ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഭദ്രേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട ഡേവിഡ്, എനിക്കൊന്നും കേൾക്കണ്ട. അന്ന് ഞാൻ വളരെയധികം സന്തോഷിച്ചാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. നമ്മുടെ പ്രണയത്തിൻ്റെ തുടിപ്പ് എൻ്റെ ഉള്ളിൽ വളരുന്നുണ്ടെന്ന് പറയാൻ. പക്ഷേ നിങ്ങൾ എൻ്റെ ഭാഗം കേൾക്കാതെ ഇറക്കി വിട്ടു. ഒരു പെണ്ണിൻ്റെ അവകാശമാണ് താലി. അത് നിങ്ങൾ എന്നിൽ നിന്ന് പറിച്ചെടുത്തു. നിങ്ങളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ പെങ്ങൾക്കാണ് ഈ അവസ്ഥ വന്നിരുന്നതെങ്കിലോ നിങ്ങൾക്ക് സഹിക്കുമോ? അതിനവൻ്റെ തല താഴ്ത്തി. നിങ്ങൾക്ക് ഉത്തരയില്ല അല്ലേ? എങ്കിൽ ഞാൻ പറയാം അതിൻ്റെ ഉത്തരം. അതിനെന്നെ പോലെയല്ലല്ലോ അവൾ, അല്ലേ ഡേവിഡേ? ഞാനൊരു അനാഥയാണ്. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. കുഞ്ഞൂട്ടൻ അവളുടെ തോളിൽ കിടന്നുറങ്ങിയിരുന്നു. ഇവനില്ലായിരുന്നുവെങ്കിൽ എന്നോ ഈ ജീവൻ അവസാനിപ്പിച്ച് കളഞ്ഞേനെ ഞാൻ. തോളിൽ കിടക്കുന്ന കുഞ്ഞൂട്ടനെ തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൻ ഞെട്ടി അവളെ നോക്കി. ഇങ്ങനെ എന്നെ വേദനിപ്പിക്കാതെ ഭദ്രേ. വേദന എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഡേവിഡ്? സന്തോഷത്തോടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ജീവിച്ച് കൊതി തീരാതെ പെട്ടെന്നൊരു ദിവസം അത് നഷ്ടമാകുമ്പോഴുള്ള വേദന. പിന്നെ സ്വന്തം വീട്ടിൽ വേലക്കാരിയായി അവിടെയുള്ളവരുടെ ആട്ടും തുപ്പും കേട്ടുകൊണ്ട് അവിടെ നിന്നു. വേറെ ഒരിടത്ത് കൊണ്ടുവന്ന് സ്നേഹിക്കാൻ ഒരുപാട് ആളുകൾ. പെട്ടെന്നൊരു ദിവസം അവരും തള്ളിക്കളഞ്ഞു. ആരുമില്ലാത്ത രാത്രിയാണ് എന്ന് നോക്കാതെ ഇറക്കി വിട്ടു. തെരുവ് നായ്ക്കളുടെ മുന്നിലേക്ക് താലി കെട്ടിയവൻ.
പുച്ഛത്തോടെ ശ്രീകുട്ടി ഡേവിഡിന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ നിന്ന് മാനം രക്ഷിക്കാൻ ഓടി ബാലച്ചന്റെ മുന്നിൽ പെട്ടു. അവർ എന്നെ നോക്കി സ്വന്തം പോലെ നോക്കി. അന്ന് നിങ്ങൾ എന്നെയും മോനെയും കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എന്നെ തിരഞ്ഞു വരില്ലായിരുന്നു ഡേവിഡ്. വരരുത് ഡേവിഡ് ശ്രീഭദ്രയുടെ ജീവിതത്തിൽ. അതും പറഞ്ഞ് അവൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാൻ നിന്നു. അപ്പോൾ അവിടെ നിൽക്കുന്നവരെ കണ്ട് ശ്രീകുട്ടി തറഞ്ഞു നിന്നു. കമല അവരുടെ കണ്ണ് നിറഞ്ഞിരുന്നു, കൂടെ തന്നെ ബാലനും. അവൾ ഓടിപ്പോയി കമലയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നോട് ദേഷ്യം കാണിക്കല്ലേ അമ്മേ, ഞാൻ പേടിച്ചാണൊന്നും പറയാതിരുന്നത്, എന്നെ വെറുക്കല്ലേ എന്ന് പറഞ്ഞവൾ കരഞ്ഞ് കമലയെ കൂടുതൽ മുറുക്കെ പിടിച്ചു. കമല അവളുടെ പുറത്ത് തഴുകിക്കൊണ്ടിരുന്നു. അമ്മയുടെ മോളുടെ അടുത്ത് അമ്മ ദേഷ്യപ്പെടുമോ? നീ ഞങ്ങളുടെ മോളല്ലേ എന്ന് പറഞ്ഞ് കമല ഡെവിയെ ദേഷ്യത്തിൽ നോക്കി ഉള്ളിലേക്ക് പോയി. ബാലൻ ഡേവിഡിൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ തോളിൽ കൈവച്ചു. ഡെവി അയാളെ നോക്കി. ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഭദ്ര ഇത്രയും നാള് ഞാൻ കാരണം അനുഭവിച്ചതെന്ന് പറഞ്ഞ് ബാലനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബാലൻ തറഞ്ഞു നിന്നു. ഡെവിയെ കാണാഞ്ഞതുകൊണ്ട് തിരഞ്ഞു വന്നതാണ് കാശി. അപ്പോഴാണ് ശ്രീയെ പിടിച്ചു കൊണ്ടുപോകുന്ന കമലയെ കാണുന്നത്. അത് കണ്ടവൻ പേടിച്ചു. ശ്രീകുട്ടി എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോവാൻ നിന്നതും കമല വാതിൽ അടച്ചുള്ളിലേക്ക് പോയി. കാശി വേഗം അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോഴേക്കും തൊഴുത്തിൻ്റെ അവിടെ നിന്നും ഡേവിഡിൻ്റെ കരച്ചിൽ കേട്ട് അവിടേക്ക് പോയി. ബാലനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഡേവിഡിനെ കണ്ട് കാശിയുടെ നെറ്റി ചുളിഞ്ഞു. അവൻ അവിടേക്ക് ചെന്നു. ഡെവി, എന്തു പറ്റി? എന്തിനാ നീ കരയുന്നത്? ശ്രീകുട്ടിയും കരഞ്ഞു പോകുന്നത് കണ്ടല്ലോ, എന്തു പറ്റി? കാശി ചോദിച്ചു. അപ്പോഴേക്കും കമല അവരുടെ അടുത്തേക്ക് വന്നു ഡെവിയുടെ മുഖത്തേക്ക് അടിച്ചു. എന്ത് തെറ്റാ എൻ്റെ കുഞ്ഞ് ചെയ്തത്? നീ ഒരു മനുഷ്യനാണോ? പാവം എൻ്റെ കുട്ടി. അന്ന് ഞങ്ങളുടെ കയ്യിൽ കിട്ടില്ലായിരുന്നുവെങ്കിൽ അവളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞ് അവളൊന്ന് ചിരിച്ചു കണ്ടിട്ടില്ല, എപ്പോഴും കരഞ്ഞോണ്ടേയിരിക്കും. ആദുട്ടൻ്റെ ജനിച്ചപ്പോഴാണ് എൻ്റെ കുഞ്ഞൊന്ന് ചിരിച്ചു കണ്ടത്. പിന്നെ ഞങ്ങൾക്കെല്ലാവർക്കും അത്ഭുതമായി അവൾ കുഞ്ഞിനെ നോക്കുന്നത് കണ്ട്. എല്ലാ അവഗണനയും സഹിച്ചവൾ ആദുട്ടനെ നോക്കി. പലരും അവളെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോഴെല്ലാം അവൾ ചിരിച്ചുകൊണ്ട് എല്ലാതും നേരിടും. രാത്രിയായാൽ അവൾ കുഞ്ഞിനെ നോക്കി കരയുന്നത് കാണാം. ഇത്രയും പറഞ്ഞ് കമല അവരെ നോക്കി. ദയവ് ചെയ്ത് ഇനി എൻ്റെ മോളെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. ആർക്ക് വേണ്ട എങ്കിലും അവളെ എനിക്ക് വേണം. എൻ്റെ മോളാണവൾ. ഞാൻ വിട്ടുതരില്ല, ആർക്കും ഞാൻ വിട്ടുതരില്ല. അവരിപ്പോൾ കരഞ്ഞുകൊണ്ട് ബാലൻ്റെ നെഞ്ചിൽ വീണു. അയാളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഡേവിഡ് പിന്നെ അവിടെ നിൽക്കാതെ കാറെടുത്ത് പാഞ്ഞു. അവൻ്റെ ഉള്ളിൽ കമല പറഞ്ഞതും ശ്രീ പറഞ്ഞതും മനസ്സിലേക്ക് വന്നു. തൻ്റെ പെണ്ണ് ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് എന്നറിയാതെ പോയത്. അവൻ തങ്ങളുടെ പഴയ ഓർമ്മകളിലേക്ക് പോയി. അതേ നേരം ശ്രീകുട്ടിയും തങ്ങളുടെ പ്രണയ ഓർമ്മകൾ ഓർത്തെടുക്കുന്ന തിരക്കിലായിരുന്നു. ഡെവിയുടെ കാർ വന്നത് ഒരു കുന്നിൻ്റെ അടുത്തായിരുന്നു. അവൻ കാറിൽ നിന്നിറങ്ങി കുന്നിൻ്റെ മുകളിലേക്ക് കയറി. അവിടെ ചെറിയൊരു ഷെഡുണ്ട്. അവനുള്ളിൽ കയറി അതിൽ മുള കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടത്തിലിരുന്നു. അവൻ്റെ മനസ്സിൽ നേരത്തെ നടന്നത് തന്നെ തെളിഞ്ഞു വന്നു. അത് ആലോചിക്കുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ശ്രീകുട്ടി രാമൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. രാമൻ എബിയെ നോക്കി. എബി ശ്രീയടുത്ത് വന്നു നിന്നു. ശ്രീ മോളെ പപ്പയൊന്ന് നോക്കിയേ, പപ്പ അവനെ അടിച്ചില്ലേ, പിന്നെന്തിനാ മോള് കരയുന്നേ? എബി കുഞ്ഞുങ്ങളോട് പറയുന്നത് പോലെ അവളോട് പറഞ്ഞു. അയാളെല്ലാവരും അത്ഭുതത്തോടെ നോക്കി. എബി ആരോടും ഇങ്ങനെ കൊഞ്ചി പറയാറില്ല. അവൾ എബിയെ നോക്കി. അവളുടെ കവിളിൽ ഡെവിയുടെ വിരൽപ്പാട് കണ്ടതും അയാളുടെ നെഞ്ചുവിങ്ങി. തൻ്റെ പാറുവിൻ്റെ മോള്. തനിക്കും രാമനും അവൾ കുഞ്ഞനിയത്തിയായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എബി എന്ന് പറഞ്ഞ് രാമൻ എഴുന്നേറ്റു. അപ്പോഴേക്കും സുമയും അവിടേക്ക് വന്നു. അവർ ശ്രീകുട്ടിയെയും കൂട്ടി പോവാനിറങ്ങി. അവർ പോകുന്നത് കണ്ടതും ലിയയ്ക്ക് സങ്കടം വന്നു. അവർ ശ്രീയുടെ അടുത്തേക്ക് വന്നു നിന്നു. ശ്രീ, നീ ഇന്ന് പോവണ്ട, ഇവിടെ നിൽക്കുമോ? അയ്യോ ഞാനില്ല, നീ അവിടേക്ക് വാലിയ. ഞാൻ ഇവിടെ നിന്ന രാവണൻ എന്നെ കൊല്ലും. ആദ്യത്തേത് കുറച്ചുറക്കെയും പിന്നെ ഉള്ളത് അവൾ പതുക്കെയും പറഞ്ഞിട്ട് പോവാൻ നിന്നു. കൂടെ തന്നെ ലിയയെയും കൊണ്ടുവന്നു. ഡേവിഡിൻ്റെ ഒപ്പം കാശി ഇറങ്ങിയെങ്കിലും അവനെ കണ്ടില്ല. ഫോൺ വിളിക്കാൻ നോക്കിയതും കോൾ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് കാശിയുടെ മനസ്സിൽ കുന്നിൻ്റെ മുകളിലുള്ള സ്ഥലം ഓർമ്മ വന്നതും അവൻ അവിടേക്ക് കാറ് തിരിച്ചു. ഡെവി ഫോൺ കയ്യിലെടുത്ത് അതിലൊരു ഫോട്ടോ നോക്കി. അതിലൊരു കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫോട്ടോ ആയിരുന്നു. എവിടെയാണ് പെണ്ണെ നീ? ഈ ഇച്ഛായനെ നീ മറന്നു? പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ ശ്രീകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു. അത് കണ്ടതും ഇത്രയും നേരം ചിരിച്ചിരുന്നവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. എന്ത് ധൈര്യത്തിലാണവൾ എൻ്റെ അടുത്ത് തട്ടിക്കയറിയത്? വീട്ടിലെ ജോലിക്കാരിയായിരുന്നിട്ടും എല്ലാവരെയും മയക്കി വെച്ചിരിക്കുകയാണവൾ.
അവൾ കാരണം എനിക്ക് അടി കിട്ടിയത്. അതിന് ഞാൻ നിനക്ക് തരാമടി വേലക്കാരി. കാശി ചെല്ലുമ്പോൾ ആകാശത്തേക്ക് നോക്കി മലർന്നു കിടക്കുകയാണ് ആള്. ഡെവി, നീ എന്തിനാ വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇവിടേക്ക് വന്നത്? അവിടെ എല്ലാവർക്കും സങ്കടമായി. മമ്മ കരയുന്നുണ്ട്. നീ എണീറ്റേ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാനില്ല അവിടേക്ക്. അതും പറഞ്ഞവൻ എഴുന്നേറ്റ് നിന്നു. അത് കണ്ടപ്പോൾ തന്നെ കാശിക്ക് മനസ്സിലായി അവൻ കുടിച്ചിട്ടുണ്ട് എന്ന്. നീ കുടിച്ചോ ഡെവി? കുടിച്ചു. നിനക്കറിയോ, എന്നെ പപ്പ അടിച്ചില്ലേ? അതിൻ്റെ വിഷമത്തിൽ ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞവൻ ആടി ആടി കുന്നിറങ്ങി. ഇവൻ ഇതെന്താണ് ചെയ്യുന്നത്? കാശി വേഗം പോയി അവനെ പിടിച്ചു. മാറടാ, എനിക്ക് തനിയെ നടക്കാനറിയും. എന്നെ ആരും പിടിക്കണ്ട. അവളെ ഞാൻ വെറുതെ വിടില്ല. നാളെ ഞാൻ അവിടേക്ക് എത്തിക്കോട്ടെ. അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാശിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഡേവിഡ് പെറുപെറുത്തുകൊണ്ട് കുന്നിറങ്ങി കാശിയുടെ കാലിൽ കയറിയിരുന്നു. കാശി ഡേവിഡിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ കണ്ണടച്ച് കിടക്കുന്നുണ്ട്. ഇടക്കെന്തെയോ എന്തൊക്കെയോ പെറുപെറുക്കുന്നു. ഇവനെ ഇങ്ങനെ പുലിക്കാട്ടിലെത്തിച്ചാലേ ശരിയാവില്ല. വീട്ടിൽ കൊണ്ടുപോവാം. അതാവുമ്പോൾ അവിടെ ആരും ഇല്ലല്ലോ. അവർ പുലിക്കാട്ടിലല്ലേ ഉള്ളത്. പാവം കാശി, അവനറിയില്ലല്ലോ നേരത്തെ അവർ വീട്ടിലെത്തിയ കാര്യം. ശ്രീകുട്ടി ലിയയും കൂട്ടി അവളുടെ മുറിയിലെത്തി. നീ ഈ മുറിയാണ് എടുത്തത്? ഏട്ടായിക്കും ഈ മുറിയാണ് ഇഷ്ടം. ഇവിടെ പാറുമ്മയുണ്ടെന്ന് പറയും. അപ്പോൾ നിന്റെ കൊട്ടായിക്കും അറിയാം ഇത് പാറുമ്മയുടെ മുറിയാണെന്ന്. എന്നിട്ടാണോ അങ്ങേരനെ അടിച്ചത്? രാവണനാണ് നിന്റെ ചേട്ടായി. ശ്രീ എൻ്റെ ചേട്ടായി പാവാണ്. കുറച്ച് ദേഷ്യമുണ്ട്. അല്ലാതെ എൻ്റെ ചേട്ടായി രാവണനൊന്നുമല്ല. പാവല്ലടി, അങ്ങേര് പാവാടയാണ്. അല്ല പിന്നെ. എന്നെ അടിച്ചത് പോരാ, എന്നെ തെറി വിളിക്കുകയും ചെയ്തു. അവളുടെ ഒരു കോട്ടായി പാവാത്രേ. ശ്രീകുട്ടി ദേഷ്യത്തിൽ അവളെ നോക്കി ബാത്റൂമിലേക്ക് കയറി. അല്ല, അവളെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങേർക്ക് കുറച്ച് ദേഷ്യമുണ്ട്. എങ്കിലും അവൾ വിളിപ്പേര് സൂപ്പറാണ്, രാവണൻ. അവൾക്ക് എങ്ങനെ അറിയാം ഏട്ടായിയുടെ പേര് എന്ന് പറഞ്ഞവൾ അവിടെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് കാശിയുടെ മുഖം വന്നതും പിന്നെ വീട്ടിൽ വെച്ച് നടന്ന സംഭവം ഓർമ്മ വന്നതും അവളുടെ മുഖം ചുവന്നു. അവൾ വേഗം മുറിയിൽ നിന്നിറങ്ങി കാശിയുടെ മുറിയിലേക്ക് പോയി. ലിയ കാശിയുടെ മുറി തുറന്ന് അകത്തേക്ക് കയറി. അവിടെ ടേബിളിൽ കാശിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അവൾ അതെടുത്ത് പിന്നെ അതിൽ ചുണ്ടി ചേർത്ത് ചുംബിച്ചു. എന്നെ ഇത്രയും കാലം പിറകെ നടത്തിച്ചതിന് ഞാൻ തനിക്ക് തരാൻ കേട്ടോ കാശി ചായ എന്ന് പറഞ്ഞ് അവൾ പുച്ഛിച്ചു. പെട്ടെന്ന് അവളുടെ അരയിലൂടെ ഒരു കൈ വന്ന് മുറുകി. അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. തൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന കാശിയെ കണ്ട് അവൾ പിന്നിലേക്ക് നീങ്ങി നിന്നു. അവൾ ചുമരിൽ തട്ടിയാണ് നിൽക്കുന്നത്. അവൾ കാശിയെ ഒന്ന് നോക്കി. പിന്നെ അവനെ നോക്കി ചിരിച്ചു. അയ്യോ, കാശി ചായൻ എപ്പോൾ വന്നു? പക്ഷെ അവൾ ചോദിച്ചതൊന്നും അവൻ കേട്ടില്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നെറ്റിയിലൂടെ വിയർപ്പൊഴുകി മൂക്കിൻ തുമ്പിലൊഴുകി അവളുടെ ചുണ്ടിലേക്ക് ഒഴുകാൻ നിന്നതും അവൻ അവളുടെ അധരങ്ങളെ തൻ്റെ അധരത്തിൽ കോർത്തു. ആ വിയർപ്പ് തുള്ളി അവൻ്റെ ചുണ്ടിൽ ഒളിച്ചു. അവളുടെ കണ്ണ് തള്ളി. പിന്നെ അത് കൂമ്പിയടഞ്ഞു. അവൻ അവളുടെ ഇരു അധരങ്ങളും മാറി മാറി നുണഞ്ഞു. അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ പിടിച്ചു ചേർത്ത് നിർത്തി. അവളും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ്റെ മേൽ ചുണ്ട് നുണഞ്ഞു. രണ്ടുപേരും അവരുടെ ലോകത്തായിരുന്നു. അവർ അതിൽ ഡേവിഡിനെയും ശ്രീയെയും മറന്നിരുന്നു. ഡേവിഡ് അവൻ്റെ പാർവമ്മയുടെ മുറിയിലേക്കാണ് നടന്നത്. വാതിൽ തുറന്നതും അവൻ്റെ മൂക്കിലേക്ക് ചന്ദനത്തിൻ്റെ മണം അടിച്ചു. അവൻ കണ്ണടച്ച് നിന്നുകൊണ്ട് ഉള്ളിലേക്ക് കയറി ബെഡിൽ കിടന്നു. ഇതേ സമയം ബാത്റൂമിൽ നമ്മുടെ ശ്രീ കണ്ണാടിയിൽ നോക്കി രാവണനെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്.